നമസ്കാരം. കൊട്ടാരക്കര മീഡിയയോടൊപ്പം ഇന്നുള്ളത് കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ ശ്രീ SR രമേശാണ്. അദ്ദേഹം തൻ്റെ 2 വർഷത്തെ സേവനം പൂർത്തിയാക്കി ഈ ജനുവരി 20-ന് ഈ സ്ഥാനമൊഴിയുകയാണ്. അപ്പം ഈ കാലയളവിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിലെ വികസനങ്ങളും ഒക്കെയാണ് നമ്മളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. സാർ, കഴിഞ്ഞ 2 വർഷമായിട്ട് നഗരസഭയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം സാറ് തിരിഞ്ഞു നോക്കുമ്പം എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ കാണുന്നത്? നമ്മുടെ 2 വർഷം എന്നുള്ളതല്ല, കഴിഞ്ഞ 2020 അധികാരത്തിൽ വന്ന ഭരണസമിതിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. ആ സമിതിയുടെ മുന്നണിയുടെ ധാരണ പ്രകാരം ആദ്യ 2 വർഷം കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ എ ഷാജുവും, പിന്നെ 2 വർഷം CPM-ൻ്റെ ചെയർമാനായിട്ട് എന്നെയും, തുടർന്നൊരു വർഷം CPI-യുടെ ചെയർമാൻ സ്ഥാനമാണ്. ജനുവരി മാസം 21-ാം തീയതിയാണ് സ്ഥാനം ഒഴിയേണ്ട ഔദ്യോഗിക ഡേറ്റ്. അപ്പോൾ ഈ ഭരണസമിതിയുടെ കാലാവധി, ഭരണസമിതി തുടങ്ങിയ നാൾ മുതൽ നടത്തിയ പ്രവർത്തനങ്ങൾ തുടർച്ചയാണിത്. ഇപ്പോൾ ഒരു ചെയർമാൻ്റെ മാറ്റം കൊണ്ട് വലിയ മാറ്റം അല്ല ഉദ്ദേശിക്കുന്നത്. റൈറ്റ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് എല്ലാ 6 മാസക്കാലത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ക്രെമറ്റോറിയം, കൊട്ടാരക്കര നഗരസഭയ്ക്ക് ഒരു ക്രെമറ്റോറിയം ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഏറെ ബഹുമാന ധനകാര്യമന്ത്രി പ്രവർത്തനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനെയും നഗരസഭയുടെ എടുത്തു പറയത്തക്ക ഒട്ടേറെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാർഷിക മേഖലയിൽ ഒട്ടേറെ മാറ്റമുണ്ട്. ജലസ്രോതസ്സുകൾ ഏറ്റവും വൃത്തിയാക്കുന്ന കാര്യത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. പുലവന്തോടിൻ്റെ ഏറ്റവും നമ്മുടെ ഏറെ പ്രാധാന്യമുള്ളതാണ് പുലവന്തോടിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചില പത്രമാധ്യമങ്ങളിലൊക്കെ പുലവന്തോടിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചാൽ ഉപേക്ഷിച്ചെന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. വളരെ ബോധപൂർവമാണ്. ആ പുലവന്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസം 30-ാം തീയതിയോടുകൂടി പുലവന്തോടിലൊക്കെയുള്ള എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കുന്നതിനാവശ്യമായുള്ള പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെയും നഗരസഭയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഹെൽത്ത് വെൽനസ് സെൻ്റർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കൊട്ടാരക്കര തൃക്കണ്ടങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയൊരു ഹെൽത്ത് വെൽനസിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. അടുത്ത വെൽനസ് സെൻ്റർ മുസ്ലിം സ്ട്രീറ്റ് കേന്ദ്രീകരിച്ച് നടക്കാൻ വേണ്ടിയുള്ള നടപടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വികസന പ്രവർത്തനം, മരുന്ന് വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒട്ടേറെ ഉണ്ട്. ഒരു വർഷം ഏതാണ്ട് 25 ലക്ഷം രൂപയാണ് മരുന്ന് വാങ്ങാൻ വേണ്ടി നഗരസഭ അവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീണ്ടും മരുന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും, മെഡിക്കലുമായുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ട്. അതുപോലെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകുന്നേരങ്ങളിൽ ഡോക്ടർ OPക്ക് ഡോക്ടറില്ലായിരുന്നു, കാഷ്വാലിറ്റി ഡോക്ടർ ഉണ്ടായിരുന്നത്. അതിൻ്റെ വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നഗരസഭ മുൻകൈ എടുത്തിട്ട് നഗരസഭ തന്നെ ശമ്പളം കൊടുത്തുകൊണ്ട് ഡോക്ടറെ അവിടെ നിയമിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ OP ഡോക്ടർ പ്രത്യേകം നിയമിച്ചിട്ടുണ്ട്. ആരോഗ്യ രംഗത്ത് താലൂക്ക് ആശുപത്രി, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, സിദ്ധ തൊഴിലാളികളും മരുന്ന് വാങ്ങാനും അതിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള എല്ലാ പ്രവർത്തനവും നടക്കുന്നുണ്ട്. അതുപോലെ കലാകായിക രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നതിനും അതുപോലെ കായിക ടീമുകളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിലും വലിയ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ ഏറ്റവും അടുത്തുള്ള വിദ്യാഭ്യാസമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെടുത്തിയും വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൊട്ടാരക്കര നഗരസഭ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏറെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള ഭൗതിക സാഹചര്യം വരുത്തുന്ന കാര്യത്തിൽ ഓഡിറ്റോറിയങ്ങൾ, സ്കൂൾ ബിൽഡിങ്, ചുറ്റുമുതൽ അടക്കം ടോയ്ലറ്റ് അടക്കമുള്ള എല്ലാ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്ന കാര്യത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നഗരസഭ ഏറ്റെടുത്തിട്ടുണ്ട്. അക്കാദമിക് പ്രവർത്തനം മെച്ചപ്പെടുന്നതിന് നഗരസഭ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളത്. അതുപോലെ അംഗനവാടികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്ന കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മാലിന്യമായിട്ട് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയതുകൊണ്ട് മാർച്ച് മാസം 30-ാം തീയതി സമ്പൂർണ്ണ മാലിന്യരഹിതമാക്കുന്നതിന് ആവശ്യങ്ങളുണ്ട്. അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം ഉയർത്തിക്കാട്ടി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പഴയ ഫോട്ടോകൾ, ചില പത്രങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ കൂടിക്കിടന്ന സ്ഥലത്ത് ഫോട്ടോ എടുത്തിട്ട് നഗരസഭയെ ആക്രമിക്കാൻ വേണ്ടി ചില പരിശ്രമമൊക്കെ നടന്നുണ്ട്. അതൊന്നും വിലപ്പോകില്ല, അതൊന്നും അംഗീകരിച്ച പ്രശ്നവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ചില ഓൺലൈൻ ചാനലുകളും ചില പത്രമാധ്യമങ്ങളും മാലിന്യ പ്രശ്നത്തിൽ നഗരസഭ എടുക്കുന്ന മുൻകൈയെ ഉയർത്തിക്കാണിക്കാനാവശ്യമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. അത് നേരത്തെയുള്ള ഫോട്ടോസാണ്. അത് നേരത്തെ കൂടി കിടക്കുന്ന മാലിന്യങ്ങളുടെ ഫോട്ടോ എടുത്ത് കൊടുത്ത് ചെയ്യുകയാണ്. അത് ആ നിലയിൽ തന്നെയാണ് നഗരസഭ അതിനെ കാണുന്നത്. ഈ നിലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആണ് നഗരസഭ ഈ പ്രവർത്തനം. അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീടില്ലാത്തവരാരും കുറച്ചുപേർ വസ്തു ആവശ്യക്കാരാണ്. വസ്തു കൊടുക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക പരിമിതി കഴിയാത്തതുണ്ടെങ്കിൽ പോലും ലൈഫിലും PMAയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി വീടില്ലാത്തവരാരും നഗരസഭയൊന്നും തോന്നുന്നില്ല. എല്ലാവർക്കും അപേക്ഷകരായിട്ടുള്ള മുഴുവൻ പേർക്കും
ഈ നഗരസഭ വീട് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പേരെടുത്തിട്ടുണ്ട്. ഇതിനെയും വേറെ മെച്ചപ്പെട്ട പ്രവർത്തനം എല്ലാ രംഗത്തും കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കണം. ഏറ്റവും സുവർണ്ണ കാലമാണത്. ഈ ധനകാര്യമന്ത്രി ഈ കൊട്ടാരക്കര മണ്ഡലത്തിലുള്ള അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടേറെ പദ്ധതികൾ ഓരോന്നിരുന്നിട്ട് ബൈപ്പാസ് ഗതാഗതത്തിൻ്റെ തടസ്സം നീക്കാനാവശ്യം ബൈപ്പാസിൻ്റെ കാര്യത്തിൽ വസ്തുവെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ ഒട്ടേറെ IT പാർക്ക്, തൊഴിൽ സംരംഭങ്ങളായിട്ട് ഒട്ടേറെ IT പാർക്കുകൾ, സ്വകാര്യ മേഖലയിലും അത് പൊതുമേഖല IT പാർക്കുകൾ, സ്കൂളുകളുടെയും ആശുപത്രികൾ. ഇപ്പം മറ്റും നിന്നിപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ആയുർവേദ ആശുപത്രി, കൊട്ടാരക്കര നഗരസഭയുടെ ഉടമസ്ഥലുള്ള ആയുർവേദ ആശുപത്രി 10 കോടി രൂപയ്ക്കുള്ള ഒരു ബഹുനില മന്ദിരം വരാൻ വേണ്ടി പോവുകയാണ്. 30 കിടക്കുള്ള ഏറ്റവും അത്യന്താധുനിക സൗകര്യമുള്ള ആയുർവേദ വരാൻ വേണ്ടി പോവുകയാണ്. ഇതിനെയും എല്ലാ മേഖലയിലും ശ്രദ്ധേയമായ പ്രവർത്തനം, കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ഇന്നവരെ കാണത്തയുള്ള ശ്രദ്ധേയ പ്രവർത്തനം ബഹുമാനോട്ട് വന്നിടുന്ന നടപ്പാക്കാൻ വേണ്ടി ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് ഏറെ സംതൃപ്തിയാണുള്ളത്. ഇപ്പം ഈ ഒരു പുതിയൊരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ എതിർ പാർട്ടികളായാലും അങ്ങനെ എന്തെങ്കിലും ഒരു എതിരഭിപ്രായം വരുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഈ വികസന പ്രവർത്തനങ്ങളോ നഗരസഭ നടപ്പിലാക്കുന്നതും ബഹുമാനോട്ട് മന്ത്രി നടപ്പിലാക്കുന്നതുമായ വികസന എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ബൈപ്പാസ് ഏറ്റെടുക്കുന്നു, ബൈപ്പാസിൻ്റെ പണിപ്പോൾ 10 ഏറ്റെടുത്തേ ഒക്കത്തുള്ളൂ. അതിൽ പോലും ചെറുപ്പൊട്ടായി പോലും ഈ പ്രതിപക്ഷ പാർട്ടികൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ പരസ്യമായ എതിർപ്പിലൊന്നും അവരാരും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എതിർക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും ശ്രദ്ധേയമായ വികസന പ്രവർത്തനത്തിൽ എതിർക്കാൻ ആർക്കും കഴിയാത്തതുകൊണ്ട് തന്നെ എതിർക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പത്രമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും വളരെ ബോധപൂർവ്വം വിലയിരുത്തി കാണിക്കാൻ ആവശ്യ പരിശ്രമമൊക്കെ നടന്നുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ ആയാലും മാലിന്യ പ്രശ്നങ്ങളും ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അതിനെ ഇത്തരത്തിലുള്ളൊരു കരിവാരത്തേക്കാനുള്ള നടപടിയായിട്ടാണോ കാണുന്നത്? എല്ലാ റോഡും ഈ കൊട്ടാരക്കരയുള്ള മുഴുവൻ റോഡുകൾ, റോഡുകളടക്കം സബ്ജ റോഡൊക്കെ ഏറ്റവും മനോഹരമായ വീതി കൂട്ടി. ഈ കൊട്ടാരക്കര ചരിത്രത്തിൽ സബ്ജ ഒരു വണ്ടിക്ക് പോലും സബ്ജേൻ്റെ ഭാഗം ഒരു വണ്ടിക്ക് പോലും കഴിയുന്ന 2-3 വണ്ടിക്ക് പോകുന്നത് വീതി കൂട്ടി ഏറ്റവും ഭംഗിയായ റോഡ് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ കൊട്ടാരക്കരയുള്ള മുഴുവൻ റോഡുകൾ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കൊട്ടാരക്കര പല ഭാഗങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ മെച്ചപ്പെട്ട നിലവാരത്തിലാണ് റോഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതൊന്നും ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയില്ല. ഇതെല്ലാം ചെയ്താലും നെഗറ്റീവ് വശം കാണുന്ന ഒരാളുള്ളതേ ഉള്ളൂ. അതുപോലെ കഥകളി പഠന കേന്ദ്രം വരാൻ വേണ്ടി പോവുകയാണ്. കൊട്ടാരക്കര സിവിൽ സ്റ്റേഷന് മുൻവശത്ത് ആധുനിക വെയിറ്റ് ഷെഡ് നഗരസഭ മുൻകൈ എടുത്ത് 15 ലക്ഷം രൂപയാക്കി എല്ലാ സൗകര്യമുള്ള ഒരു വെയിറ്റ് ഷെഡ് വരാൻ വേണ്ടി പോവുകയാണ്. ഹാപ്പിനെസ് പാർക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല ഇന്ത്യയിലാദ്യമായി കൊട്ടാരക്കര നഗരസഭയിലുള്ള എല്ലാ വിഭാഗം ആളുകളെയും വായനാശീലം വളർത്തുന്ന വായനാ സൗഹൃദവും മാനവ സൗഹൃദവുമാക്കി കൊട്ടാരക്കര നഗരസഭയെ മാറ്റുന്നതിനാവശ്യമുള്ള കേളി അക്ഷരക്കൂട്ടം എന്ന പദ്ധതി ആരംഭിക്കാൻ വേണ്ടി അതിൻ്റെ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം അത് പ്രവർത്തനം ആരംഭിക്കുക. എല്ലാവരെയും എല്ലാ വാർഡിലുള്ള എല്ലാവരെയും വായിപ്പിക്കുക. വായനാശീലം മറ്റ് സാക്ഷരതാ പ്രവർത്തനം പോലെ തന്നെ വായനാശീലം വളർത്തിയെടുക്കാൻ ആവശ്യ പ്രവർത്തനങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും നടപ്പാക്കണം എന്ന് തീരുമാനിച്ചിട്ട് അത് നടപ്പാക്കാൻ പറ്റാതെ പോയ എന്തെങ്കിലും പദ്ധതികളുണ്ട്? നടപ്പാക്കാൻ പറ്റാത്ത പറ്റുന്ന കാലതാമസം വരുന്നുള്ളൂ. എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നഗരസഭ ജനപ്രതിനിധികളും നഗരസഭാ കൗൺസിലും എല്ലാ തീരുമാനം എടുത്തപ്പോലും നടപ്പിലാക്കുന്നതിൻ്റെ ഉദ്യോഗസ്ഥരാണ് നടപ്പിലാക്കുന്നത്. അതിൻ്റേതായ ചില വീഴ്ചകളും പരിധി ഉണ്ടെങ്കിൽ പോലും എല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനം പുലവന്തോടിൻ്റെ കാര്യത്തിലാണ്. ഒരു വിട്ടുവീഴ്ചയില്ല കാര്യത്തിൽ പുലവന്തോട് 2 സൈഡും കെട്ടി വൃത്തിയാക്കി അതിൻ്റെ സൈഡിൽ പാർക്കുകളടക്കം വരുന്ന കാര്യത്തിൽ നഗരസഭയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുൻകൈ അത് നടപ്പിലാക്കാൻ വേണ്ടി മാർച്ച് മാസം 30 പുലവന്തോടക്കം സ്ഥിരീകരിക്കും.